ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാർ ചെറിയൊരു കുലുക്കത്തോടെ നിന്നു. അലീന മയങ്ങിപ്പോയിരുന്നു. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ചെറിയൊരു ടൗൺ. ഊണ് കഴിച്ചിട്ട് പോകാം. ബാലചന്ദ്രമേനോൻ സീറ്റ് ബെൽറ്റ് അഴിച്ച് രണ്ടുപേരും ഇറങ്ങി. അലീന കടകളുടെ ബോർഡ് നോക്കി. അഞ്ചൽ ഹോട്ടലിന് മുന്നിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ബാലചന്ദ്രമേനോൻ അലീനയും കൂട്ടി ഹോട്ടലിൽ കയറി ഊണ് കഴിച്ചു. തിരിച്ചു കാറിൽ കയറിയിരിക്കുമ്പോൾ അലീന ബാലചന്ദ്രമേനോനെ അർത്ഥഗർഭമായി നോക്കി. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അച്ഛൻ ഇതുവരെ പറഞ്ഞില്ല. പറയാം. അയാൾ കാർ സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു തുടങ്ങി. കുന്നുകൾ, മലയടിവാരങ്ങൾ, റബ്ബർ തോട്ടങ്ങൾ, ഇടയ്ക്ക് ഒരു ഇടവേള. അലീന ചോദിച്ചു, നമ്മൾ കുളത്തൂപ്പുഴയ്ക്ക് തന്നെയല്ലേ പോകുന്നേ? അതെ, സ്റ്റാലിൻ ജോസഫ് എന്ന പേരുള്ള അങ്കിളിനെ കാണാൻ. ബാലചന്ദ്രൻ മേനോൻ പെട്ടെന്ന് മുഖം തിരിച്ച് അലീനയെ നോക്കി. കാർ വളവിലേക്ക് ചെല്ലുകയായിരുന്നു. അച്ഛാ, ബസ്! അലീന വിളിച്ചു പറഞ്ഞു. ഒരു ഞൊടിയിട ബസ്സിലെ ബ്രേക്കുകൾ അലറി. കാർ വെട്ടിത്തിരിഞ്ഞ് മാർജിനിലേക്ക് കയറി. കാറിൻ്റെ ചില്ലുയർത്തി വെച്ച് AC ഇട്ടിരുന്നതിന് ബസ്സിൻ്റെ ഡ്രൈവർ തല പുറത്തേക്കിട്ട് വിളിച്ചു പറഞ്ഞ തെറി വ്യക്തമായി കേട്ടില്ല. ബാലചന്ദ്രനും അലീനയും ഭയന്ന് വിളറിപ്പോയിരുന്നു. ബസ് വിട്ടുപോയി. ബാലചന്ദ്രൻ കാർ കുറെ കൂടി മുന്നോട്ട് നീക്കിയ ശേഷം തണലുള്ള ഭാഗത്ത് ഒതുക്കിയിട്ടു. മിനറൽ വാട്ടറിൻ്റെ കുപ്പിയുമായി അയാൾ പുറത്തിറങ്ങി. റോഡിൻ്റെ വിളുമ്പിൽ കരിങ്കൽ കെട്ടും വീതിയുള്ള കലുങ്കുമാണ്. കലുങ്ങിനരികെ ചെന്ന് നിന്ന് അച്ഛൻ ഇടവിട്ടിടവിട്ട് ഓരോ കവിൾ വെള്ളം കുടിക്കുന്നത് നോക്കി അലീന കാറിലിരുന്നു. അച്ഛൻ്റെ മനസ്സ് മറ്റെവിടെയോ ആണെന്ന് അവൾക്ക് തോന്നി. ഇടയ്ക്ക് ബാലചന്ദ്രമേനോൻ തിരിഞ്ഞ് കാറിന് നേർക്ക് നോക്കി. അലീനയെ കാട്ടി വിളിച്ചു. അലീന കാറിൽ നിന്നിറങ്ങി അടുത്തേക്ക് ചെന്നു. അയാൾ മിനറൽ വാട്ടറിൻ്റെ കുപ്പി അവൾക്ക് നേരെ കൊടുത്തു. 2 കവിൾ വെള്ളം കുടിച്ച ശേഷം അവൾ അടപ്പിട്ടു. കുപ്പി മുറുക്കി അടച്ചു. ബാലചന്ദ്രൻ വിദൂരതയിലേക്ക് നോക്കി നിൽക്കുകയാണ്. അവിടെ നിന്നാൽ അകലങ്ങളിലെ ഗിരിനിരകളും ഇളം നീല കലർന്ന താഴ്വാരങ്ങളും ഹരിതവനങ്ങളും വിശാലമായ റബ്ബർ തോട്ടങ്ങളും കാണാം. അച്ഛൻ എന്താ ഈ ആലോചിക്കുന്നേ? നിന്നോട് എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്കൊരുത്തും പിടിയും കിട്ടുന്നില്ല. അലീന ആശ്ചര്യത്തോടെ അയാളെ നോക്കി. സ്റ്റാൻലി ജോസഫിൻ്റെ കാര്യമാണോ? അതെ. അവിടെ ആരൊക്കെ ഉണ്ടച്ചാ? എനിക്കെന്താ അവിടെ ജോലി? ഒന്നും അച്ഛൻ എന്നോട് പറഞ്ഞില്ല. ഈ സ്റ്റാൻലി ജോസഫ് ഒരു സൈനികനായിരുന്നു. കേണലായിട്ട് റിട്ടയർ ചെയ്തു. ഇത് പറയാനാണോ അച്ഛൻ ഇത്ര ടെൻഷൻ? അല്ല, എനിക്ക് നിന്നോട് പറയാനുള്ളത് വേറൊരു കഥയാ. സ്റ്റാൻലി ആഗ്ര കൻ്റോൺമെൻറ്റിലെ ജോലി ചെയ്തിരുന്ന കാലത്ത് ഒരു പെണ്ണുമായി സ്നേഹത്തിലായി. 2 പേരും കുറച്ചു കാലം ഒന്നിച്ച് താമസിക്കുകയും ചെയ്തു. പക്ഷേ 2 കൂട്ടരുടെയും കുടുംബക്കാർക്ക് കല്യാണത്തിന് സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് പിരിയേണ്ടി വന്നു. പിരിയുമ്പോൾ ആ പെണ്ണ് പൂർണ്ണ ഗർഭിണിയായിരുന്നു. നെയ്യാറ്റിൻകരയിലെ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് അവൾ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. അവളുടെ വീട്ടുകാർ ആ കുഞ്ഞിനെ ഒരു ഓർഫനേജിലും കൈമാറി. അലീന ധരിച്ചു നിൽക്കുകയാണ്. അച്ഛൻ എന്താണ് ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്? അവൾ ശ്വാസമടക്കി. ബാലചന്ദ്രനോട് അവളുടെ മുഖത്ത് നോക്കാൻ വയ്യ. അയാൾ 2 കൈകളും പാൻസിൻ്റെ പോക്കറ്റിൽ തിരുകി വിദൂരതയിലേക്ക് നോക്കി. ആ പെണ്ണ് പിന്നീട് വേറൊരു വിവാഹം കഴിച്ചു. സ്റ്റാലിയും വിവാഹിതനായി. ഉപേക്ഷിക്കപ്പെട്ട ആ പെൺകുഞ്ഞ് കഴക്കൂട്ടത്തെ ഒരു ഓർഫനേജിൽ അലീന എന്ന പേരിൽ വളർന്നു മിടുക്കിയായി. ബാലചന്ദ്രമേനോൻ പതിയെ അവളുടെ നേർക്ക് മുഖം തിരിച്ചു. മോളെ, നിന്റെ സ്വന്തം അച്ഛൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. സ്റ്റാൻലി ജോസഫിൻ്റെ മകളാണ് നീ. അലീനയ്ക്ക് ചലനമില്ല. അവൾക്ക് ചുറ്റും സ്ഥലകാലങ്ങൾ സ്തംഭിച്ചു പോയിരിക്കുന്നു. സർവ്വചരാചരങ്ങളും നിശബ്ദമായിരിക്കുന്നു. അവളുടെ മനസ്സിൻ്റെ ആകാശങ്ങളിൽ മാത്രം കടന്നുകൂടി മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ഒരു വിഷമഘട്ടം തരണം ചെയ്തതുപോലെയാണ് ബാലചന്ദ്രമേനോന് തോന്നിയത്. ഇക്കാര്യം അലീനയുടെ സമക്ഷം എങ്ങനെ അവതരിപ്പിക്കുമെന്നറിയാതെ സംഘർഷഭരിതമായ മനസ്സോടെയാണ് അയാൾ ഇതുവരെ കാർ ഓടിച്ചു വന്നത്. പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ ലാഘവത്തോടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അയാൾക്ക് ആശ്വാസം തോന്നി. ഇനി സാരമില്ല. ബാലചന്ദ്രൻ തിരിഞ്ഞു കാറിന് നേർക്ക് നോക്കി. അലീന നേരത്തെ തന്നെ കാറിനടുത്തേക്ക് തിരിച്ചു പോയിരുന്നു. ഡോർ അടച്ചു. ഡാഷ്ബോർഡിനു മീതെ തലവെച്ചു കിടക്കുന്ന അവളെ അയാൾ അവിടെ നിന്നു തന്നെ കാണുകയും ചെയ്തു. ബാലചന്ദ്രൻ കാറിനരികെ ചെന്നു. ഡോർ തുറന്നു. അലീന ഇപ്പോഴും കവിഞ്ഞു കിടക്കുകയാണ്. അയാൾ കാറിലേക്ക് ഇരുന്നപ്പോൾ അവൾ ഡാഷ്ബോർഡിൽ നിന്ന് മുഖമുയർത്തി കയ്യിൽ ചുരുട്ടി പിടിച്ചിരുന്ന തൂവാല കൊണ്ട് കണ്ണും കവിളും ഒപ്പി. ഡാഷ്ബോർഡിനു മീതെ നനവും ഉണ്ടെന്ന് ബാലചന്ദ്രൻ കണ്ടു. സീറ്റിലേക്ക് ചാരി ഇരുന്നിട്ട് അലീന വിദൂരതയിലേക്ക് നോട്ടം അയച്ചു. മോളെ, ബാലചന്ദ്രൻ വിളിച്ചപ്പോൾ അവൾ മെല്ലെ മുഖം തിരിച്ചു നോക്കി. നീ എന്നോട് ഒന്നും ചോദിച്ചില്ല, ഒന്നും പറയുന്നുമില്ല. അലീനയുടെ നോട്ടം നിമിഷങ്ങളോളം അയാളുടെ മുഖത്തു തങ്ങി നിന്നു. അതിൽ സങ്കടമുണ്ടായിരുന്നു, പരാതികളുണ്ടായിരുന്നു, ആശങ്കയും തെളിഞ്ഞിരുന്നു. ആരാണ് പറഞ്ഞത് സ്റ്റാൻലി ജോസഫ് എൻ്റെ അച്ഛനാണെന്ന്? എങ്ങനെയുള്ള ആളാണ് സ്റ്റാൻലി ജോസഫ്? അദ്ദേഹത്തിന് അറിയാമോ ഞാൻ സ്വന്തം മകളാണെന്ന്? അദ്ദേഹം എന്നെ സ്വീകരിക്കുമോ? എന്നെ സ്നേഹിക്കാൻ കഴിയുമോ? ആ വീട്ടിൽ എന്തു സ്ഥാനമായിരിക്കും എനിക്ക് ലഭിക്കുക? സ്റ്റാൻലി ജോസഫിന് ഭാര്യയും മക്കളും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവർക്ക് എന്നെപ്പറ്റി അറിയുമോ? അറിയുമെങ്കിൽ അവരുടെ മനോഭാവം എന്തായിരിക്കും? ഞാൻ ആ വീട്ടിലേക്ക് ചെല്ലുന്നതും അവിടെ താമസിക്കുന്നതും അവർക്ക് ഇഷ്ടപ്പെടുമോ? അവർ നിമിത്തം അവിടെയും കുടുംബഛിദ്രം ഉണ്ടാകുമോ?
ഈ സ്റ്റാൻലി ജോസഫ് തൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ ഇത്രയും കാലം എവിടെയായിരുന്നു? ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയാമായിരുന്നുവോ? എങ്കിൽ എന്തുകൊണ്ട് ഇതുവരെ എന്നെപ്പറ്റി അന്വേഷിക്കാതിരുന്നത്? ഇങ്ങനെ അനേകം ചോദ്യങ്ങൾ അവളുടെ ഹൃദയത്തിൽ തിരമാല പോലെ ആർത്തിരമ്പിക്കൊണ്ടിരുന്നു. ഒടുവിൽ ഇത്രമാത്രം നിറകണ്ണുകളോടെ അവൾ പറഞ്ഞു, അച്ഛൻ എന്നോട് നേരത്തെ പറഞ്ഞില്ലല്ലോ, ഒരു സൂചന പോലും തന്നില്ലല്ലോ. അവളുടെ ഇടറി. ബാലചന്ദ്രമേനോൻ്റെ മുഖം വാടി. വീട്ടിൽ നിന്നോ എങ്ങോട്ടെങ്കിലും പോയേ പറ്റൂ എന്നൊരവസ്ഥ വന്നപ്പോൾ ഞാൻ നിന്റെ അച്ഛനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചില്ലേ? സ്വന്തം അച്ഛനെ കൊണ്ട് തന്നെ മകളെ സ്വീകരിപ്പിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തില്ലേ? നിനക്ക് വേണ്ടിയാ, നീ സന്തോഷമായിരിക്കാൻ, നീ സുരക്ഷിതയായിരിക്കാൻ. ഞാൻ കരുതി നീ ഒരു നല്ല വാക്ക് പറയുമെന്ന്. അലീന വല്ലാതായി. സോറി അച്ഛാ, സോറി. അവൾ ക്ഷമായാചനം നടത്തി. നിനക്കിഷ്ടമില്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോകാം. സോറി പറഞ്ഞില്ലേ അച്ഛാ? അവൾ അയാളുടെ ചുമലിലേക്ക് ശിരസ് ചായച്ചു. നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യുമോ? എല്ലാം നല്ലതിനാണെന്ന് വിചാരിച്ചാൽ മതി. ബാലചന്ദ്രമേനോൻ മൃദുവായി അവളുടെ തോളിൽ തട്ടി സമാധാനിപ്പിച്ചു. കടുത്ത ശകാരം കേട്ട് ആൻ്റപ്പൻ തല താഴ്ത്തി നിന്നു. സ്റ്റാൻലി നിർത്താനുള്ള ഭാവമില്ല. നിന്നോട് ഞാൻ ഇന്നലെ മുതൽ പറയുന്നതല്ലേ, ഇനിയിപ്പോൾ എന്തു മാറ്റി വേറെ വാങ്ങിയിടാൻ സമയമുണ്ടോ? ഞാൻ വിചാരിച്ചു ഇതിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ആൻ്റപ്പൻ പറഞ്ഞു. നീ വിചാരിച്ചു? നിന്റെ വിചാരത്തിനാണോ എൻ്റെ കമാൻഡിങ്ങിനാണോ ഈ വീട്ടിൽ സ്ഥാനം? നീ ഹൗസ് ഓണറും ഞാൻ കാര്യസ്ഥനുമാണോ? അല്ലല്ലോ. ഇന്ന് തന്നെ മാറ്റിയിട്ടേക്കാം. ഇനി നീ മാറ്റണ്ട. ഈ റൂമിലെ പഴയ സാധനങ്ങളെല്ലാം മാറ്റി സെറ്റിയുടെ കുഷ്യൻ മാത്രം പഴഞ്ചൻ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. ഇന്നിവിടെ ഒരു ഗസ്റ്റ് വരികയാണ് ഇവിടെ താമസിക്കാൻ, എനിക്ക് വേണ്ടപ്പെട്ട ആൾ. സ്റ്റാൻലി പിന്നെയും അതുതന്നെ ഓർമ്മിപ്പിച്ചു. 2 ദിവസമായി ഈ വിശിഷ്ട അതിഥിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ്. ആ വീടിന് പുറമേയുള്ള അറ്റകുറ്റപ്പണികൾ 4 ദിവസം മുൻപേ തുടങ്ങിയിരുന്നു. പ്രാക്കൂട് പോലും വൃത്തിയാക്കി, ആമ്പൽപ്പൊയ്ക ഫൗണ്ടനും വൃത്തിയുള്ളതും പ്രവർത്തനക്ഷമവുമാക്കി. ഉദ്യാനത്തിലെ കേടുവന്ന മെർക്കുറി ലൈറ്റുകൾ മാറ്റി പുതിയവ സ്ഥാപിച്ചു. ചെടികൾക്കിടയിൽ നിന്നും കളകളും കരിയിലകളും നീക്കം ചെയ്തു. വീടിൻ്റെ പെയിൻറ്റിംഗ് പണി 2 ദിവസം കൊണ്ട് തീർക്കാൻ 17 പേരെയാണ് ജോലിക്ക് വെച്ചത്. ആശാരിമാരും മേസ്തിരിമാരും ചേർന്ന് ഒറ്റ ദിവസം കൊണ്ട് വീടിനുള്ളിലെ അറ്റകുറ്റപ്പണികൾ തീർത്തു. ജനാലക്കർട്ടനും വാതിൽവിരികളുമെല്ലാം മാറ്റി പുതിയവ വാങ്ങിയിട്ടു. പെയിൻറ്റിംഗ് കഴിഞ്ഞ് അന്നു രാത്രി തന്നെ വീടിനുൾഭാഗം കഴുകി വൃത്തിയാക്കി. കേടുവന്ന ഫർണിച്ചറുകളും കുഷ്യനുമെല്ലാം നീക്കം ചെയ്തു. മുൻ വരാന്ത മുതൽ പ്രധാന ഹാൾ വരെയുള്ള നീണ്ടതും വിശിഷ്ടമായ നിറങ്ങളിലുള്ള 5 വരിത്തോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചു. അവിടെ പ്രധാനപ്പെട്ട മുറികളിലെല്ലാം മേശപ്പുറത്ത് ഫ്ലവർ വേസുകൾ വെച്ചു. അതിഥികൾക്കായുള്ള ബെഡ്റൂമിലുണ്ടായിരുന്ന വലിയ കട്ടിൽ അതേപടി മാറ്റിയിട്ട് കൊത്തുപണികളുള്ള വാങ്ങി സ്ഥാപിച്ചിരിക്കുകയാണ്. ഫോം ബെഡും തലയണയുമെല്ലാം പുതുപുത്തനും വിലപിടിപ്പുള്ളതുമാണ്. മുറിയിലെ മേശയും സോഫയും കസേരയും പുതിയത് തന്നെ. ഒരു സെറ്റ് മാത്രമേ ഉള്ളൂ പഴയത്. അതിൻ്റെ കുഷ്യനുകൾ ഭംഗിയുള്ളതായതുകൊണ്ട് ആൻ്റപ്പൻ അതുമാത്രം മാറ്റിയില്ല. അത് മാറ്റേണ്ട കാര്യമില്ലെന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ ആർക്കും മനസ്സിലാകും. പക്ഷേ കേണൽ സാബിന് അത് മാറ്റി പുത്തൻ വയ്ക്കാതിരുന്നിട്ട് ഒട്ടും പിടിച്ചിട്ടില്ല. ആരാണ് ഇത്ര വലിയ അതിഥി? അതുമാത്രം കേണൽ സാബ് പറയുന്നില്ല. കേണൽ സാബ് ഇതുവരെ കേണൽ സാബിനേക്കാൾ വലിയവരായി ആരെയും പരിഗണിക്കുന്നത് ആൻ്റപ്പൻ കണ്ടിട്ടില്ല. ഇതിപ്പോൾ അതിഥിക്കുള്ള ഈ റൂമിൽ കേണൽ സാബ് പുത്തനൊരു TV കൂടി വാങ്ങി സ്ഥാപിച്ചിരിക്കുന്നു. അതുകൂടാതെ AC-യും. അതിനർത്ഥം വരാൻ പോകുന്ന അതിഥി കുറച്ച് ദിവസം ഇവിടെ താമസിക്കുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും കേണൽ സാബ് എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കുകയും എന്നും താൻ ശകാരം കേൾക്കേണ്ടി വരികയും ചെയ്തേക്കുമെന്ന് ആൻ്റപ്പൻ ഇപ്പോഴേ കണക്ക് കൂട്ടി. കല്യാണ സദ്യ ഒരുക്കുന്ന 2 പേരെ വിളിച്ചിട്ടാണ് കേണൽ സാബ് ഇന്നിവിടെ ഭക്ഷണം ഉണ്ടാക്കിച്ചത്. ഉച്ചയ്ക്ക് മുമ്പ് അതിഥി എത്തുമെന്ന് കേണൽ സാബിൻ്റെ പ്രതീക്ഷ തെറ്റി. വളരെയധികം രുചികരമായ വിഭവങ്ങളോടെ തയ്യാറാക്കിയ ഉച്ചഭക്ഷണം പാഴായി. എന്നിട്ടും കേണൽ സാബ് പ്രതീക്ഷ കൈവിട്ടില്ല. ഇടയ്ക്കിടെ പൂമുഖത്ത് ചെന്ന് നോക്കുന്നു. നായ്ക്കളുമുണ്ട് കൂടെ. അവറ്റകൾ എന്തിന് അസ്വസ്ഥരായി അങ്ങിങ്ങ് തിക്കിത്തിരിക്കി നടക്കുന്നുവെന്ന് ആൻ്റപ്പന് മനസ്സിലാകുന്നില്ല. അവറ്റകൾക്കും അറിയാമോ വിശിഷ്ട അതിഥി വരാനുണ്ടെന്ന്? ഒരു പക്ഷേ കേണൽ സാബ് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടാവും. കേണൽ സാബ് എന്ത് പറഞ്ഞാലേ അവറ്റകൾക്ക് മനസ്സിലാകും. കേണൽ സാബിന് പട്ടി ഭാഷയാണോ അറിയാവുന്നത്, അതോ പട്ടികൾക്ക് കേണൽ സാബിൻ്റെ ഭാഷയാണോ അറിയാവുന്നത് എന്ന് ഇതുവരെ ആൻ്റപ്പന് തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഡ്രൈവർ ബൈജുവും ഇത്തിരി അത്ഭുതത്തിലാണ്. വിശിഷ്ടാതിഥിക്ക് സഞ്ചരിക്കാൻ വേണ്ടി സ്റ്റാൻലി മുതലാളി ഒരു കാർ വരുത്തിച്ചിട്ടുണ്ട്. വെള്ള മാടപ്രാവിനെ പോലെ തോന്നുന്ന ഒരു കൊച്ചുവണ്ടി. പുത്തനാണ്. രജിസ്ട്രേഷൻ നമ്പർ പോലും കിട്ടിയിട്ടില്ല. വരാൻ പോകുന്ന അതിഥിക്ക് വേണ്ടി സ്റ്റാൻലി മുതലാളി ലക്ഷങ്ങൾ മുടക്കി ഒരു കാർ വാങ്ങിച്ചിടണമെങ്കിൽ അത് ഏതു തരം അതിഥിയായിരിക്കും? അതാണ് ബൈജുവിൻ്റെയും അത്ഭുതം. ഇത്രമേൽ വർണ്ണശബളമായ എന്തെങ്കിലും വീടുകൾ ഒരുക്കുന്നതും ബൈജു കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഓണത്തിനും ക്രിസ്മസിനും മാത്രമാണ്. ബൈജു ആരും കാണാതെ കാർ ഷെഡിനുള്ളിലിരുന്ന് ഒരു സിഗരറ്റ് വലിച്ചു. അതിനിടയിൽ
തൊട്ടടുത്തേക്ക് പ്രവേശിക്കുന്ന ഇരുമ്പ് ഗേറ്റിൽ നിന്ന് കാറിൻ്റെ ഹോൺ ശബ്ദം കേട്ടു. ബൈജു സിഗരറ്റ് 2-3 ആവർത്തി ആഞ്ഞു വലിച്ചു പൊക്കിയെടുത്ത് കുറ്റി താഴെയിട്ടു ചവിട്ടിക്കെടുത്തി. അതിഥി വരികയാണെന്ന് അവന് തോന്നി. എന്നാൽ വീടിൻ്റെ മുറ്റത്തേക്ക് വന്നുകൊണ്ടിരുന്ന കാർ കണ്ടപ്പോൾ ബൈജുവിൻ്റെ പ്രതീക്ഷ അസ്തമിച്ചു. ഈ കാർ അവന് പരിചയമുണ്ട്. കോട്ടയം രജിസ്ട്രേഷനാണ്. ഇതിനു മുമ്പ് താൻ ഈ കാർ ഇവിടെ വന്നിട്ട് പോയത് അവൻ ഓർത്തു. കാർ വന്ന് മുറ്റത്തിനരികിൽ നിന്നു. കാറിൻ്റെ ഡോർ തുറന്ന് ബാലചന്ദ്രമേനോൻ ഇറങ്ങുന്നത് കൂടി കണ്ടതോടെ ബൈജു നിരാശനായി. ഇയാളല്ല അതിഥി, വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും കോ ഡ്രൈവറുടെ ഭാഗത്ത് ഡോർ തുറക്കപ്പെട്ടു. മഴവില്ലുടുത്ത ഒരു പെൺകിടാവ് കാറിൽ നിന്നിറങ്ങുന്നു. ഒറ്റ കാഴ്ചയിൽ ബൈജുവിന് സ്റ്റാൻലി മുതലാളിയുടെ മൂത്ത മകൾ ടാനിയയുടെ ഛായ തോന്നി. അവൾ നിന്ന നിൽപ്പിൽ ഒന്ന് ചുറ്റിത്തിരിഞ്ഞ് പരിസരം നോക്കുകയാണ്. റീത്ത കൊച്ചമ്മയുടെ ആരെങ്കിലും ആയിരിക്കുമോ? ബൈജുവിനെ അവളിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നുന്നില്ല. ഇതാണു സ്റ്റാൻലി ജോസഫിൻ്റെ വീടെന്ന് പറഞ്ഞുകൂടാ. എസ്റ്റേറ്റ് ബംഗ്ലാവ്. ബാലചന്ദ്രമേനോൻ അലീനയോട് പറഞ്ഞു. അവളുടെ മുഖത്ത് സമ്മിശ്ര വികാരങ്ങൾ തെളിഞ്ഞു മാഞ്ഞുമിരുന്നു. നായ്ക്കൂടുകളിൽ നിന്ന് ഇടതടവില്ലാതെ നായ്ക്കൾ കുറച്ച് ബഹളമുണ്ടാക്കി. വാ. ബാലചന്ദ്രമേനോൻ അലീനയുടെ കൈ പിടിച്ച് വീടിന് നേർക്ക് നീങ്ങി. അവർ സിറ്റൗട്ടിൽ ചെന്ന് കയറിയതും 4-5 കൂറ്റൻ നായ്ക്കൾ മുൻവാതിൽ കടന്നു വന്നു. അലീനയെയും ബാലചന്ദ്രമേനോനെ നോക്കി ഒരു നിമിഷം സംശയിച്ചു നിന്നു. പിന്നെ അവരുടെ സമീപത്തേക്ക് ചെന്നു. ബാലചന്ദ്രമേനോൻ ഭയന്ന് പിന്നോട്ട് മാറി. ബൈജു ഞെട്ടിത്തരിച്ച് നിൽക്കെ നായ്ക്കൾ അലീനയെ വളഞ്ഞ് മുൻകാലുകൾ ഉയർത്തി അവളുടെ നേർക്ക് ചാടി. അവളുടെ കഥ കഴിഞ്ഞതു തന്നെ കരുതി ബൈജു കണ്ണുകളിൽ ഇറുക്കിയടിച്ചു. വീണ്ടും തുറന്നപ്പോൾ ആ കണ്ട കാഴ്ച അവനെ അത്ഭുതസ്തബ്ധനാക്കി. സാരിയെടുത്ത യുവതിയുടെ കൈത്തണ്ടയിൽ നിന്നും വിരലുകളിലും മുഖത്തുമുരുമി നാവു നീട്ടി നക്കുകയും ചെയ്യുകയാണ്. ഒരൊത്ത കടുവകളോളം പോകുന്ന ജർമ്മൻ ഹണ്ട് പോലും. അവളാണെങ്കിൽ അവറ്റകളെ കെട്ടിപ്പിടിക്കുകയും തലോടുകയും ചെയ്യുന്നു. ഇതെന്തൊരു മറിമായം. 8 വർഷമായിട്ട് ബൈജു സ്റ്റാൻലി ജോസഫിൻ്റെ ഡ്രൈവറായി ജോലി ചെയ്യുന്നു. ഇതിനിടയിൽ ഒരിക്കൽ പോലും ഈ പെണ്ണ് ഇവിടെ വരികയോ ഈ നായ്ക്കളുമായി ചങ്ങാത്തം കൂടുകയോ ചെയ്തിട്ടില്ലെന്ന് അവന് ഉറപ്പുണ്ട്. ബൈജുവിനെ വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. ബാലചന്ദ്രമേനോനും അലീനയ്ക്ക് മാത്രം മനസ്സിലായി. അവൾ ജനിച്ച അന്നു മുതൽ നായ്ക്കളുടെ സമൂഹം അവളോട് പുലർത്തിപ്പോന്ന മമതയുടെ വിധേയത്വത്തിൻ്റെ ആന്തരാർത്ഥം എന്തായിരുന്നുവെന്ന്. 2 നായ്ക്കൾ അവളുടെ ആഗമനം അറിയിക്കാനെന്നോണം അകത്തേക്ക് കുതിച്ചോടി. ബാക്കിയുള്ള 3 പേർ അവളുടെ ചുറ്റും വട്ടമിട്ട് നിന്നുകൊണ്ടിരുന്നു. ഞാൻ കഴിഞ്ഞയാഴ്ച വന്നപ്പോൾ ഈ വീട് ഇങ്ങനെയല്ലായിരുന്നു, ബാലചന്ദ്രൻ അതിശയം മറച്ചു വയ്ക്കാതെ പറഞ്ഞു. അലീന ചോദ്യഭാവത്തിൽ നോക്കി. ആകെയൊന്ന് റീഫ്രഷ് ചെയ്ത പോലുണ്ട്. പുതിയ പെയിൻറ്റ്, പുതിയ അലങ്കാരങ്ങൾ. നിന്നെ വെൽക്കം ചെയ്യാൻ വേണ്ടിയായിരിക്കും. അപ്പോഴേക്കും ആൻ്റപ്പൻ അകത്തുനിന്ന് ഇറങ്ങി വന്നു. ഇങ്ങോട്ട് കയറി വന്നോളൂ, കേണൽ സാബ് വെയിറ്റ് ചെയ്യുകയാണ്. ബാലചന്ദ്രമേനോൻ അല്പം നീരസം തോന്നി. സ്റ്റാൻലി സ്വമേധയാ ഇറങ്ങി വന്ന മകളെ സ്വീകരിച്ചാനയിക്കേണ്ടതല്ലേ? അതല്ലേ മര്യാദ? ബാലചന്ദ്രൻ അലീനയെ ഒന്ന് നോക്കിയതിന് ശേഷം ആൻ്റപ്പൻ്റെ പിന്നാലെ നീങ്ങി. അച്ഛനെ അനുഗമിക്കുന്നതിനിടയിൽ അവൾ തോരണങ്ങളും ബലൂണും പൂങ്കുലകളും കണ്ട് വിസ്മയം പൂണ്ടു. ഇരിപ്പിടങ്ങൾ ഭംഗിയായി സജ്ജീകരിക്കപ്പെട്ട ഹാളിൽ അവരെത്തിച്ച ശേഷം ആൻ്റപ്പൻ പിന്മാറി. വാതിൽ പുറമേ നിന്ന് ചാരി. നായ്ക്കൾ ഹാളിൽ അങ്ങിങ്ങ് കൂട്ടം ചേർന്നു. തമ്മിൽ എന്തോ കൂടിയാലോചിക്കുന്നത് പോലെ നിൽക്കുകയും പിന്നെ അലീനയ്ക്ക് സമീപം വന്ന് അവൾക്ക് കാവലെന്നോണം നിലയുറപ്പിക്കുകയും ചെയ്തു. ഒരു റൂമിൻ്റെ വാതിൽ തുറക്കപ്പെട്ടു. സ്റ്റാൻലി പുറത്തേക്ക് വരുന്നത് അലീന കണ്ടു. സ്കൈ ബ്ലൂ കളറിൽ സവിശേഷമായ തുന്നലോട് കൂടിയ പാൻസും കോട്ടും, 6 അടിയിലധികം ഉയരം, വലിയ കവിളുകളും കട്ടിയുള്ള മീശയും മുണ്ടക്കണ്ണുകളും വീതിയുള്ള നെറ്റിത്തടവും. ഇതാണോ തൻ്റെ അച്ഛൻ? അലീന ബാലചന്ദ്രമേനോൻ്റെ നേർക്ക് നോട്ടം തിരിച്ചു. സ്റ്റാൻലി ജോസഫ് ഒരു പട്ടാളച്ചിട്ടയിൽ എന്ന പോലെ നടന്ന് അവരുടെ സമീപത്തേക്ക് വന്നു. ഹലോ മിസ്റ്റർ ബാലചന്ദ്രമേനോൻ, ഗുഡ് ആഫ്റ്റർനൂൺ. അയാൾ കൈനീട്ടിയപ്പോൾ ബാലചന്ദ്രമേനോൻ ഷേക്ക് ഹാൻഡ് നൽകി പ്രതിപാദ്യം ചെയ്തു. ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ അലീന. സ്റ്റാൻലി ജോസഫ് അവളുടെ നേർക്കും കൈനീട്ടി. അലീന അനങ്ങിയില്ല. ഇമ്മി അനക്കാതെ അയാളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്നു. വലിപ്പമുള്ള ഒരു മനുഷ്യൻ ഔപചാരികമായി പരിചയപ്പെടാൻ ശ്രമിക്കുന്നു. അത് തൻ്റെ അച്ഛനാണെന്ന ചിന്ത പോലും അരോചകമായി അവൾക്ക് തോന്നി. സ്റ്റാൻലി കുറച്ചൊന്ന് അസ്വസ്ഥനായി. അലീന കൈനീട്ടി ഷേക്ക് ഹാൻഡ് നൽകാതിരുന്നത് അനുചിതമായി പോയെന്ന് അയാൾ വിചാരിച്ചു. വെൽ ഇറ്റ്സ് ആൾ റൈറ്റ്. അയാൾ നീട്ടിയ കൈ പിൻവലിച്ചു. ബാലചന്ദ്രമേനോനെ നോക്കി. ഞാൻ മനഃപൂർവ്വമാണെന്ന് പുറത്തേക്ക് വരാഞ്ഞത്. ജോലിക്കാരുണ്ട്. നമ്മൾ നമ്മുടെ പ്രൈവസി കീപ്പ് ചെയ്യണമല്ലോ. കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നും മുൻകൂട്ടി നിശ്ചയിക്കാൻ വയ്യ. ഇത് കുഴപ്പമില്ല, പുറത്തു വെച്ചും ആകാമായിരുന്നു. സ്റ്റാൻലിയുടെ സ്വരത്തിൽ ഒരല്പം വല്ലായ്മയുണ്ടെന്ന് ബാലചന്ദ്രൻ മേനോൻ മനസ്സിലായി. അച്ഛനും മകളും തമ്മിലുള്ള കണ്ടുമുട്ടൽ വേണ്ടത്ര വികാരനിർഭരമായില്ല. ഇങ്ങോട്ട് വരുന്ന വഴി യാത്രക്കിടയിൽ ഞാൻ നിങ്ങളെ അലീനയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്രതീക്ഷിതമായതുകൊണ്ട് കുറച്ചൊരു പ്രയാസം അവൾക്കുണ്ടായി. പെട്ടെന്നൊരു അച്ഛനുണ്ടാവുക,
അത് ഇന്ന് അയാളാണെന്ന് തിരിച്ചറിയുക, അത് ഉൾക്കൊള്ളാൻ കഴിയുന്നതിന് മുൻപേ ആ ആളിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കേണ്ടി വരിക. ആരായാലും പതറിപ്പോകും. ബാലചന്ദ്രൻ മേനോൻ അലീനയോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ദാറ്റ്സ് ക്വയറ്റ് നാച്ചുറൽ. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. സ്റ്റാൻലി തലകുലുക്കി. ഞാൻ പറഞ്ഞത് നിങ്ങൾക്കിടയിൽ അഭിനയത്തിൻ്റെ ആവശ്യം ഇനിയില്ല എന്നാണ്. കുറച്ച് അടുത്ത് പെരുമാറുമ്പോൾ ഈ വൈഷമ്യം മാറിക്കിട്ടും. ശരിയാണ് മിസ്റ്റർ മേനോൻ, നിങ്ങൾ അലീനയെ നന്നായി അണിയിച്ചൊരുക്കിയാണല്ലോ കൊണ്ടുവന്നിരിക്കുന്നത്. ഷീ ഈസ് ലുക്കിംഗ് വെരി സ്മാർട്ട്, ക്യൂട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ. ഷീ ലുക്സ് ലൈക്ക് ആൻ ഏഞ്ചൽ. സ്റ്റാൻലി മേനോനും അലീനയും ഒരേ സമയം തന്നെ പ്രശംസിച്ചു. താങ്ക് യു സ്റ്റാൻലി. ഞാൻ എൻ്റെ മകളെപ്പോലെയാണ് ഇവളെ കണ്ടിട്ടുള്ളത്. എനിക്കറിയാം, എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ ഇരിക്കൂ. ഇരിക്കുന്നില്ല, എൻ്റെ ജോലി കഴിഞ്ഞല്ലോ. എനിക്ക് ഉടനെ തന്നെ തിരിച്ചു പോകണം, ബാലചന്ദ്രൻ മേനോൻ പറഞ്ഞു. അലീന പരിഭ്രാന്തിയായി. ഇതുവരെ തനിക്ക് അന്യവും അജ്ഞാതവുമായി ഒരു വീട്ടിൽ വന്ന് അപരിചിതനായ ഒരു തടിച്ചു നീണ്ട ഒരു പരുക്കൻ മനുഷ്യനെ കാട്ടിത്തന്നിട്ട് ഇത് നിന്റെ അച്ഛനാണെന്ന് പറഞ്ഞ് സ്ഥലം വിടുകയാണോ അച്ഛൻ? നിങ്ങൾ അങ്ങനെ പോകരുത് മിസ്റ്റർ മേനോൻ. ഇന്നൊരു ദിവസമെങ്കിലും എൻ്റെ അതിഥിയായി ഇവിടെ താമസിക്കണം. എൻ്റെ കുട്ടികൾ അവിടെ തനിച്ചാണ്. എനിക്ക് പോയേ പറ്റൂ. എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം, ഇല്ലെങ്കിൽ അതെന്നെ അപമാനിക്കുന്നത് പോലെയാവും. ഞങ്ങൾ 2 മണിക്കാണ് ഊണ് കഴിച്ചത്. ഇപ്പോൾ 3:30 മണി. ഒന്നാമത് വിശക്കുന്നില്ല. ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ്. ഭക്ഷണത്തിൻ്റെ ആഡംബര വിഭവങ്ങളൊന്നും ഞാൻ തൊട്ടുകൂടാ. താങ്കൾക്ക് നിർബന്ധമാണെങ്കിൽ ഒരു ചായ കഴിക്കാം. സ്റ്റാൻലി ജോസഫ് ബാലചന്ദ്രൻ മേനോനെ നോക്കി അല്പസമയം നിശബ്ദനായി നിന്നു. ഓക്കെ, അയാൾ തലകുലുക്കി. പിന്നെ ആൻ്റപ്പനെ വിളിക്കാനായി ഹാളിൽ നിന്ന് പുറത്തേക്ക് പോയി. ബാലചന്ദ്രൻ മേനോൻ അലീനയുടെ തോളിൽ തോണ്ടി. എന്തു പറ്റി നിനക്ക്? ഞാൻ എവിടെയാ ഇനി താമസിക്കേണ്ടതല്ലേ? അതെ, നല്ല വീടല്ലേ, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. വേറെ ആരുമില്ലേ അച്ഛ ഇവിടെ? ജോലിക്കാരുണ്ട്, നമ്മൾ കണ്ടതല്ലേ. അതല്ലാതെ കുടുംബാംഗങ്ങളാരും? ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നു. ഇവിടെ ആയിരിക്കില്ല, ഇത് എസ്റ്റേറ്റ് ബംഗ്ലാവല്ലേ. എൻ്റെ അച്ഛൻ തന്നെയാണല്ലേ അത്. നിനക്കെന്താ വിശ്വാസം വരുന്നില്ലേ? അച്ഛൻ ശ്രദ്ധിച്ചില്ലായിരുന്നോ ഷേക്ക് ഹാൻഡിന് കൈ നീട്ടിയത്? ചുമ്മാ ഒരു ചടങ്ങ് കഴിക്കുന്ന പോലെ. ഹലോ എന്ന്. സ്വന്തം മകളെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നതല്ലേ? അല്ല, നിന്നെ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട്. ഇവിടെ വെച്ച്. എനിക്ക് എപ്പോഴും സ്റ്റാൻലി ഹാളിലേക്ക് കടന്നു വന്നു. വരൂ. അയാൾ അവരെ രണ്ടുപേരെയും ക്ഷണിച്ചുകൊണ്ടുപോയി. വിശാലമായ ഊണുമുറി, ദീർഘവൃത്താകൃതിയിലുള്ള ഡൈനിങ് ടേബിൾ, അതിൽ നിറയെ ഫുഡ് ട്രേകൾ, സ്റ്റീൽ ബേസിനുള്ളിൽ ബൗളുകൾ, തെർമോവയറുകൾ. ടേബിളിൻ്റെ ഒത്ത മധ്യഭാഗത്ത് ഏതാനും പഴക്കൂടുകളിൽ ആപ്പിൾ, മുന്തിരി, മാമ്പഴം, പൂവമ്പഴം എന്നിവ. മറ്റൊരിടത്ത് ചെറിയ ഗ്ലാസ്, ഗ്യാസ് സിലിണ്ടറുകൾ അടക്കമുള്ള സ്റ്റൗവോട് കൂടിയ ഡിഷുകൾ. അവയിലൊന്ന് ഭക്ഷണപദാർത്ഥങ്ങൾ ചൂടാവുന്നുണ്ട്. എപ്രൺ ധരിച്ചുകൊണ്ട് 2 പാചകക്കാർ ആഹാരം ഇളക്കുകയും വിളമ്പുകയും ചെയ്യുന്നു. പൊരിച്ചതും കറി വെച്ചതുമായ ചിക്കൻ്റെയും മീനിൻ്റെയും ഹൃദ്യമായ ഗന്ധം വായുവിൽ തങ്ങി നിൽക്കുന്നു. ചപ്പാത്തിയും പൊറോട്ടയും പാലപ്പവും കപ്പ വേവിച്ചതും മേശപ്പുറത്തുണ്ട്. പാചകക്കാരിൽ ഒരാൾ കെറ്റിലിൽ നിന്ന് ഗ്ലാസുകളിലേക്ക് ചൂട് ചായ ഒഴിക്കുന്നു. ബാലചന്ദ്രൻ മേനോന് കഴിക്കണമെന്നില്ലായിരുന്നെങ്കിലും ഊൺമുറിയിലെ അന്തരീക്ഷം വിശപ്പില്ലാത്തവനെ കൊണ്ടും കഴിപ്പിക്കാൻ പോന്നതായിരുന്നു. സ്റ്റാൻലി അയാളുടെ പ്ലേറ്റിലേക്ക് ഒരു ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും കഷ്ണവും എടുത്തു വെച്ചപ്പോൾ നിരസിക്കാൻ ബാലചന്ദ്രൻ മേനോന് തോന്നിയില്ല. കഴിച്ചപ്പോൾ അത് സ്വാദിഷ്ടമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. അലീന ചായ മാത്രമേ കഴിച്ചുള്ളൂ. സ്റ്റാൻലിയുടെ ഭാര്യയും മക്കളും എവിടെയാണ്? അലീനയ്ക്ക് വേണ്ടി ബാലചന്ദ്രൻ ചോദിച്ചു. അഞ്ചലിൽ, അവിടെയാണ് വീട്. അവരറിഞ്ഞു അലീന വരുന്ന വിവരം? ഇല്ല. അറിയിക്കേണ്ടേ? വേണം. അതൊരു കലഹത്തിന് കാരണമാകുന്നുവെങ്കിൽ ഇവളെ എൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചയക്കണം. അതിന് സ്റ്റാൻലി മറുപടി പറഞ്ഞില്ല. ഭക്ഷണം കഴിഞ്ഞ ഉടൻ ബാലചന്ദ്രൻ മേനോൻ മടങ്ങിപ്പോകാനൊരുങ്ങി. സ്റ്റാൻലി അയാൾക്ക് കൈകൊടുത്ത് നന്ദി പറഞ്ഞു. നിങ്ങളോടൊപ്പം കടപ്പാട് പറഞ്ഞു തീർക്കാനാവുന്നതല്ല. നല്ല മനുഷ്യരെ തീരെ കുറച്ച് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിലൊരാളാണ് നിങ്ങൾ. സ്നേഹിക്കാൻ ആർക്കും പറ്റും, സഹായിക്കാൻ ഏതൊരാൾക്കും കഴിയും. നന്മ ചെയ്യാനുള്ള കഴിവും മിക്കവർക്കുമുണ്ട്. പക്ഷേ സാക്രിഫൈസ് ചെയ്യാൻ ത്യാഗികൾക്ക് സാധിക്കും. എൻ്റെ മകളെ സ്നേഹിച്ചപ്പോൾ നിങ്ങൾ ത്യാഗമാണ് ചെയ്തത്. അവളെ ഏൽപ്പിച്ചു തരാൻ വേണ്ടി എന്നെ സമീപിച്ചതും വലിയ ത്യാഗമാണ്. എനിക്കതിൻ്റെ ആഴമറിയാം. അയാളുടെ ശബ്ദത്തിനുള്ളിൽ വിങ്ങിയ ആത്മാർത്ഥത ബാലചന്ദ്രൻ മേനോൻ്റെ മനം കുളിർപ്പിച്ചു. അലീനയെ കാറിനടുത്ത് വരെ അച്ഛനോടൊപ്പം ചെന്നു. അവൾ ഏത് നിമിഷവും കരയുമെന്ന മട്ടിൽ വിതുമ്പി നിൽക്കുകയാണ്. ബാലചന്ദ്രൻ ഡിക്കിയിൽ നിന്നും പെട്ടികൾ എടുത്തു വെച്ചു. ഡിക്കി അടച്ചതോടെ അവളുടെ ഉള്ളിൽ സങ്കടത്തിൻ്റെ ചെറുകൾ പൊട്ടി. ബാലചന്ദ്രൻ അവളെ ആശ്ലേഷിച്ചു. ശിരസിൽ തഴുകി. കരയരുത്. അച്ഛൻ ഇവിടെ കൊണ്ടുവന്നത് അറിയാത്ത ദിക്കിലിറക്കി വിട്ട് ഭാരമൊഴിപ്പിക്കുന്നവനെ പോകുകയാണെന്ന് വിചാരിക്കരുത്.
എൻ്റെ സ്വന്തം മോളെ അന്യ വീട്ടിൽ കൊണ്ടുചെന്ന് ദത്ത് നിർത്തേണ്ടി വരുന്നതിൻ്റെ വേദനയോടെ അച്ഛൻ തിരിച്ചു പോകുന്നത്, അതും എനിക്ക് മനസ്സുണ്ടായിട്ടില്ല, മോള് നിർബന്ധിച്ചതുകൊണ്ട് മാത്രം. പറഞ്ഞു വരുന്നതിനിടയിൽ ബാലചന്ദ്രൻ എൻ്റെ കണ്ണിൽ നനവുറുകയും തൊണ്ടയിടുകയും ചെയ്തു. അച്ഛൻ പൊയ്ക്കോട്ടെ. നിനക്ക് ഇന്നു മുതൽ വേറൊരച്ഛനുണ്ട്, നിന്റെ സ്വന്തം, അത് മറക്കരുത്. എന്നാലും എനിക്ക് ഒരച്ഛൻ്റെ സ്നേഹം ആദ്യമായിട്ട് തന്നത്, എന്നെ ആദ്യം മോളെന്ന് വിളിച്ചത് ഈ അച്ഛനല്ലേ? ഞാനും ആദ്യമായിട്ട് അച്ചായെന്ന് വിളിച്ചത്, അതെനിക്ക് മറക്കാൻ പറ്റുമോ? അലീന വിതുമ്പിക്കരഞ്ഞു. നീ കരഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ട് പോയാൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. അലീന വേഗം കവളം തുടച്ചു. വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛൻ 3 പേരെയും വിളിച്ച് ആശ്വസിപ്പിക്കണം. അവരോടെല്ലാം എന്നും സംസാരിക്കണം, പ്രത്യേകിച്ച് രോഹത്തിനോട്. എനിക്കറിയാം, നീ ഇവിടെ ഉള്ളപ്പോഴത്തെ പോലെ തന്നെ എല്ലാം ഞാൻ നടത്തിക്കൊള്ളാം. അമ്മ തിരിച്ചു വരുമല്ലോ, അപ്പോൾ അച്ഛൻ അമ്മയോട് വേണ്ട, ആ ഒരു വിഷയത്തിൽ മാത്രം നീ ഇടപെടണ്ട, എനിക്കിഷ്ടമില്ല. അലീന അയാളുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി 2 നിമിഷം നിന്നു. ബാലചന്ദ്രൻ അവളുടെ കവിളത്ത് തലോടി. സാരമില്ല, ചില കാര്യങ്ങൾ അതിൽ തന്നെ ദഹിച്ചു തീരണം. അയാൾ കാറിൻ്റെ ഡോർ തുറന്നു. അച്ഛനെ വിളിക്കണം, എൻ്റെ മക്കളെയും വിളിക്കണം. ഞാൻ ഇടയ്ക്കിടെ വന്നു നിന്നെ കാണാൻ വരും. എനിക്കറിയണ്ടേ നീ സന്തോഷമായിട്ടാണോ കഴിയുന്നതെന്ന്. അലീന കണ്ണീരോടെ തലയാട്ടി. സ്റ്റാൻലി ഒരുക്കു മനുഷ്യനെ പോലെ ഇരിക്കുന്നതേ ഉള്ളൂ. ആ വലിയ ശരീരത്തിനകത്ത് നിന്നോടുള്ള സ്നേഹമുണ്ട്. അയാളുടെ മുഖത്ത് ഒന്നും കാണാൻ സാധിക്കില്ല. കുറേയധികം കാലം പട്ടാളക്കാരനായിട്ടിരുന്ന ആളല്ലേ. ബാലചന്ദ്രമേനൻ കാറിൽ കയറിയിരുന്നു. പോട്ടെ മോളെ. അലീന മന്ദം മുഖമനക്കി. ഡോർ അടച്ച ശേഷം ബാലചന്ദ്രൻ കാർ സ്റ്റാർട്ട് ചെയ്തു. അലീനയുടെ നേർക്ക് കൈ കാണിച്ച് അയാൾ കാർ ഓടിച്ചു പോയി. നിലത്തിറക്കി വെച്ച പെട്ടികൾക്കും ബാഗുകൾക്കും അരികെ അലീന നോക്കിക്കൊണ്ട് നിന്നു, കാർ മറയുന്നതുവരെ.